ഇപ്പൊ നമ്മള് 6ാം ലെവലിലാണ്. താങ്കൾക്ക് 1 കോടി അടിച്ചു എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കോടിയുടെ വർഷം ഇങ്ങനെ പെരുമഴ പോലെ കറൻസികൾ വന്ന് വീഴും. 1 കോടിയുടെ മഴയിൽ നനഞ്ഞ് താങ്കൾ പാറശാലയിലേക്ക് മടങ്ങും. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് പോയി. റെഡിയാണല്ലോ? അല്ലേ? നീ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്. ദ എംബർ ഓഫ് ഓൾ മെലഡീസ് അഥവാ സകല രോഗങ്ങളുടെയും ചക്രവർത്തി എന്ന് ക്യാൻസറിനെ കുറിച്ചുള്ള പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ യുവരാജ് സിംഗ്, ഓപ്ഷൻ ബി സിദ്ധാർത്ഥ മുഖർജി, ഓപ്ഷൻ സി ഡോക്ടർ വി പി ഗംഗാധരൻ, ഓപ്ഷൻ ഡി ഡോക്ടർ വിനോദ് റൈന, ഓപ്ഷൻ ഇ സുധാൻശു മൊഹന്തി. മനുഷ്യരാശിയെ കഴിഞ്ഞ 100 കൊല്ലത്തിനിടെ സ്വാധീനിച്ച 100 പുസ്തകങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമാണ് ദ എംബർ ഓഫ് ഓൾ മെലഡീസ് അഥവാ സകല രോഗങ്ങളുടെയും ചക്രവർത്തി. എ ബയോഗ്രഫി ഓഫ് ക്യാൻസർ എന്നാണ് ഈ പുസ്തകത്തെ അറിയപ്പെടുന്നത്. ഇത് വല്ലാത്ത ചോദ്യമായി പോയി അല്ലേ? 10 ലക്ഷമാണ് ഈ ചോദ്യം. 10 ലക്ഷം. അതെ, പിടിവള്ളിയൊന്നുമില്ല. പിടിവള്ളിയില്ല. 10 ചോദ്യങ്ങളിലൂടെ 1 കോടിയിലെത്തുന്ന കളിയാണിത്. ഒരു പ്രൈസ് മണി കൊണ്ടുള്ള കളി. 10 ലക്ഷം ഇൻറ്റു 10 1 കോടി എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുടെ മൂല്യവും ഉയരും, ഉത്തരത്തിന്റെ വാല്യൂവും കൂടും. എന്റെ മനസ്സിലൊരു ഉത്തരവുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു പുസ്തകം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ താങ്കൾ ഗസ്റ്റ് ചെയ്ത് പറയുന്ന ഉത്തരമാണ്. ഉത്തരമാണ് അല്ലേ? അതാണ്. ഓക്കെ. ഈ യുവരാജ് സിംഗ് ഒരു ക്യാൻസർ ബാധിച്ച് അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ആയിട്ട് വന്ന ആളല്ല. അതെ. ഇതാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓപ്ഷൻ സി എന്ന് തോന്നുന്നു. കൂട്ടാമോ? 10 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ആലോചിച്ച് ഉത്തരം പറയണം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ, ശരിയായി കിട്ടിയാൽ, ഏത് ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്നും താങ്കൾ പിന്മാറിയാലും 5 ലക്ഷം രൂപയുമായി താങ്കൾക്ക് മടങ്ങാം. അതേസമയം ശരിയായാൽ 10 ലക്ഷം രൂപയാണ്. പിന്നെ 9 ചോദ്യങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ 1 കോടിയിലേക്ക്. അതുകൊണ്ട് എടുക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ റെയർ ചോയ്സ് ആൻഡ് ഓപ്ഷൻ ആണ്. പക്ഷേ എനിക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഏതാ കൂട്ടാൻ പോകുന്നത്? കൺഫ്യൂഷൻ ആൻസർ. നമുക്ക് ഏതെങ്കിലും ഒന്ന് പൂട്ടിയല്ലേ പറ്റൂ. ഇതൊരു മത്സരമല്ലേ? അപ്പൊ നമുക്ക് അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പൂട്ടിയേ പറ്റൂ. സുധാൻശു മൊഹന്തി. കൂട്ടട്ടെ? കൂട്ടി. ഇനി ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ. ഈ സുധാൻശു മൊഹന്തി ആണ് എന്ന് താങ്കൾക്ക് തോന്നാൻ കാരണം എന്താണ്? അറിയില്ല. എനിക്കൊന്ന് ഗസ്റ്റ് ചെയ്തെങ്കിൽ പറഞ്ഞു. താങ്കൾ സാധാരണ ഇങ്ങനെയുള്ള ക്വിസിംഗ് കോമ്പറ്റീഷൻ ഒക്കെ പോകാറുണ്ടോ? അങ്ങനെ എക്സാം അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ക്വിസിന്റെ. ഇതുപോലെ ഒരു വേദിയിലേക്ക് കടന്നു ചെന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് സുഹൃത്തുക്കളോടൊന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, വെറുതെ വിട്ടേക്ക്. അതാണ്. അവര് ഈ രക്തത്തിൽ പങ്കില്ലെന്നാ പറയുന്നത്. ഓക്കെ. അപ്പോ ഉത്തരം ഞാനത് എങ്ങനെ പറയണം എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കുഴപ്പമില്ലല്ലോ. താങ്കൾ പറഞ്ഞ ഉത്തരം, അതായത് സകല രോഗങ്ങളുടെയും ചക്രവർത്തി എന്ന ക്യാൻസറിനെ കുറിച്ച് പുസ്തകം എഴുതിയ ആൾ, ഓപ്ഷൻ ഇ എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്.